ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ പറ്റിയ ഒരു വിഭവമാണ് ഇതുപോലെ ഉണ്ടാക്കി നിങ്ങൾക്ക് ടൂറ് പോകുന്ന സമയത്തൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ ഉച്ചക്കും കഴിക്കാം. അങ്ങനെ എല്ലാ സമയത്തും കഴിക്കാൻ പറ്റിയ ഒരു വിഭവമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് ഈ മക്രോണിയും നമ്മുടെ സോസേജും കൂടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മക്രോണിയും സോസേജും കുറച്ച് വെജിറ്റബിൾസും കൂടിയിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് നമ്മൾ എത്ര കഴിച്ചാലും മതിയാവില്ല, അത്രയും ടേസ്റ്റുള്ള ഒരു വിഭവമാണിത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ടൂറൊക്കെ പോവുകയാണെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കുക, എന്നിട്ടത് പാക്ക് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല ഈസിയാണ് നമുക്ക് കഴിക്കാനൊക്കെ. പിന്നെ നമ്മൾ അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ പുറത്ത് ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ചോറ് കൊണ്ടുപോകുമ്പോൾ കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. ഇതൊരൊറ്റ സാധനം കൊണ്ടുപോയാൽ ചോറ് കറി എല്ലാം കൂടിയ പോലുള്ളൊരു അനുഭവമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 300 ഗ്രാം മക്രോണി എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ്റെ സോസേജാണിത്. സോസേജ് ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്തതാണ്. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്നും അതിൽ ബാക്കി എന്തൊക്കെ ചേർക്കുമെന്നുള്ളത് ഞാൻ ഇതിൻ്റെ കൂടെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ വേണ്ട, വേറെ എന്തെങ്കിലും കുക്കിംഗ് ഓയിൽ മതി. കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് ഈ സോസേജ് ആദ്യം ഒന്ന് പൊരിച്ചെടുക്കണം. അതിന് ശേഷമാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇത് പൊരിച്ചെടുക്കുക. അതേപോലെ മക്രോണി തിളച്ച വെള്ളത്തിലിട്ടിട്ട് വേവിച്ച് വാർത്ത് വെക്കുക. ഈ 2 കാര്യങ്ങൾ നമുക്ക് ആദ്യം ചെയ്യാം. ഞാൻ പാൻ വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി. ഇനി അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഈ സോസേജ് എടുത്തിട്ട് പൊരിച്ചു കൊടുക്കാം. സോസേജൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതേ എണ്ണയിൽ തന്നെയാണ് ഇനി നമ്മൾ സവാള എല്ലാം വഴറ്റിയിട്ട് എടുക്കാൻ പോകുന്നത്. ഇതിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. സോസേജ് പെട്ടെന്ന് വേവുന്ന സാധനം ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിങ്ങനെ ഇത് എന്നിട്ടൊരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇപ്പോൾ മക്രോണി വേവിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 3 ലിറ്റർ വെള്ളം ഉണ്ടാവും. അതിനങ്ങനെ ഒരു കണക്കൊന്നുമില്ല. മക്രോണിയിലും ഒരുപാട് കൂടുതൽ വെള്ളം വേണം. എന്നിട്ട് അല്ലെങ്കിൽ മക്രോണി അങ്ങ് ഒട്ടിപ്പോവും. അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറേ ഒന്നും വേണ്ട, ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് മക്രോണി ചേർക്കുക. തിളച്ച ശേഷം മാത്രമേ മക്രോണി ചേർക്കാവുള്ളൂ. ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. പിന്നെ ഇതിൽ സോസേജ് ചേർക്കുമ്പോഴൊന്നും അതിനൊരു കൃത്യമായൊരു കണക്ക് അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വെന്തതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ നിന്നും വാർത്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു സൈഡിൽ മക്രോണി വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഫ്രാങ്ക്, അതായത് സോസേജ് പൊരിച്ച എണ്ണ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് കൂടുതൽ ടേസ്റ്റ്. അതിലേക്ക് വളരെ ചെറിയ ഒരു കറുവപ്പട്ട, 2 ഗ്രാമ്പു ഇത് ചേർത്ത് കൊടുക്കുക. വളരെ ചെറുതേ ചേർക്കാവുള്ളൂ. ഇനി നമ്മൾ സവാള ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. ഇതൊരു 3 മീഡിയം സവാളയാണ്. ഇനി ഇതൊന്ന് ഒരുപാട് മൊരിയൊന്നും വേണ്ട, ഒന്ന് വഴന്ന ശേഷം നമുക്കിതിലേക്ക് തക്കാളി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാള ഒരു പകുതി കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഒരു 9 വലിയ വെളുത്തുള്ളിയാണിത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതല്ല, വലിയ വെളുത്തുള്ളിയാണ് ഇത്. നാട്ടിലെ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു 12 13 ഒക്കെ ചേർക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് നമുക്ക് ചതച്ചിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇതാ ഇപ്പം ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിത് ചോപ്പ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചതച്ചിടാൻ പറ്റുമെങ്കിൽ അതാ ഏറ്റവും നല്ലത്, ചതച്ചിട്ടിടുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ പച്ചപ്പ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മക്രോണി നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം വാർത്തെടുക്കാം. ഇത് വാർത്തൊരു ഭാഗത്ത് ഇരിക്കട്ടെ. നമ്മുടെ മസാല റെഡി ആകുമ്പോഴേ ഇനി മക്രോണി നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നമ്മൾ എണ്ണയിലിട്ടിട്ട്
ഈ ഇതുപോലെയുള്ള സവാളയൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞ് പിടിക്കും. അപ്പോൾ ഇതൊന്നും ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും അറിയുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. നമ്മൾ ഇടയ്ക്കൊക്കെ എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണ്ട, എന്നാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ നല്ല ചൂടാവുന്ന സമയത്തൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് അല്പസമയത്തിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ഇനി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഒരുപാട് മൊരിയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറിയൊരു കളർ ഇങ്ങനെ വ്യത്യാസം വരുന്നതേ ആവശ്യമേ. ഇനി അതിലേക്ക് ഞാനൊരു 3 മീഡിയം തക്കാളി ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. ഇനി തക്കാളി നന്നായിട്ട് കുക്കായതിൻ്റെ ശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അലിയണം തക്കാളി. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക, തക്കാളി പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഉപ്പിൻ്റെ അളവ് എപ്പോഴും ഓർമ്മ വേണം, മുന്നേ ചേർത്തത്, കാരണം ഇത് ലാസ്റ്റ് ഉപ്പിടുമ്പോൾ കൂടാൻ പാടില്ല. ഇനി തക്കാളി നന്നായിട്ട് കുക്കായിട്ട് വരട്ടെ. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. മസാലകൾ വളരെ കുറച്ചേ ചേർക്കേണ്ടതുള്ളൂ. ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര മസാല ഇതിലേക്ക് വേണ്ടുള്ളൂ, ഒരുപാട് മസാലയുടെ ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതിലിട്ടിട്ട് മസാല ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ 2 പച്ചമുളകും കൂടി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. 2 പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കൂടി ചേർക്കുന്നുണ്ട്. അത് ഒരു വലിയ ഉരുളക്കിഴങ്ങിൻ്റെ പകുതിയാണിത്. എല്ലാം ഇതുപോലെയുള്ള സ്ക്വയർ ആയിട്ടുള്ള പീസാക്കിയിട്ടാണ് ഞാൻ മുറിച്ചിട്ടുള്ളത്, എല്ലാ സാധനങ്ങളും. അതേപോലെ ഒരു വലിയ ക്യാരറ്റിൻ്റെ ഒരു 1/4 ഭാഗം ക്യാരറ്റാണ്, അതും ഇതുപോലെ ക്യാരറ്റ് 4 ആക്കിയിട്ട് ഇതേപോലെ കനം കുറച്ച് മുറിച്ചിട്ടുണ്ട്. പിന്നെ കൂസ ഒരു മീഡിയം വലിപ്പത്തിലുള്ള കൂസയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്രയും വലിപ്പത്തിലുള്ള ഒരു കൂസയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിപ്പോൾ കുറച്ച് അളവ് അങ്ങോട്ടോ മാറിയാലൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് വഴുതനങ്ങ, ഒരു ചെറിയ വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് കുരുവില്ലാത്ത മൂക്കാത്ത വഴുതനങ്ങ വേണം, ഒരുപാട് മൂപ്പധികമായത് പാടില്ല, അതിനൊരു ചുവ വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതേപോലെ ഇത് ബീൻസാണ്, ഇതൊരു 5 ബീൻസ് ഉണ്ട്, അത് ഞാൻ ഇതേപോലെ ഇത്ര വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടിയിട്ട് ഇനിയിപ്പോൾ നമ്മുടെ മസാലയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു തിളച്ച വെള്ളം ഒഴിക്കാം. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്കാക്കിയിട്ട് എടുക്കണം. ഇതിപ്പോൾ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മസാല ആക്കി നമ്മൾ ഇതേപോലെ എല്ലാതും ഇതേപോലെ ചെയ്ത് വിസിൽ കുറച്ച് വെള്ളം ഒഴിക്കും നമ്മളിപ്പോൾ ഇതിലേക്ക്, എന്നിട്ട് ഒറ്റ വിസിലേ വരാവുള്ളൂ. അപ്പോൾ തന്നെ അതിൻ്റെ എയറൊക്കെ കളഞ്ഞിട്ട് മറ്റേ കുക്കർ തുറക്കണം, ഇല്ലെങ്കിൽ വല്ലാണ്ട് വെന്ത് പോവും. അതാണ് അതിൻ്റെ ഒരു കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ അതിനുള്ളൊരു പാകം. ഇതിപ്പോൾ ഞാൻ കുക്കറിൽ വേവിക്കുന്നില്ല, ഇതേപോലെ തന്നെ സാധാരണ പോലെ ഒരു പാത്രത്തിലിട്ടിട്ടാണ് വേവിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കിപ്പോൾ ഞാനൊരു 3/4 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ. കുറച്ച് ഗ്രേവി ഇതിനകത്ത് വേണം ലാസ്റ്റ്. അപ്പോൾ ഇത് പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്തോ നോക്കാം. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. ഒരു 4-5 തണ്ട് മല്ലിയില എടുത്തിട്ട് ചെറുതാക്കിയിട്ടൊന്ന് മുറിച്ച് കൈകൊണ്ട് തന്നെ മുറിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ഉപ്പ് ഈ സമയത്ത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. കാരണം മക്രോണി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് എല്ലായിടത്തും പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മക്രോണി ഇടുന്നതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഈ സോസേജ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. സോസേജ് പൊരിച്ചത് ഈ കറി കഷ്ണത്തോടൊപ്പം തന്നെ കറിയും ആയി വന്നിട്ടുണ്ട്. ആ സമയത്താണ് ഇതൊക്കെ ചേർക്കേണ്ടത്. ഇതൊരു 1 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കണം. കറിവേപ്പില വേണമെങ്കിൽ ഇപ്പോഴും ചേർത്ത് കൊടുക്കാം കേട്ടോ, കറിവേപ്പില ചേർക്കുന്നത് നല്ല ഒരു ടേസ്റ്റാണ്. ഇനി ഈ മക്രോണിയും ഈ വെജിറ്റബിൾസും എല്ലാം കൂടി കിടന്നിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് ഈ മസാലയിൽ കിടന്നിട്ട് ഈ മക്രോണി ഒന്ന് വേവണം.
വേവേണ്ട ആവശ്യമില്ല. ഈ മസാലയുടെ ടേസ്റ്റൊക്കെ ഇതിനകത്തേക്ക് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് മക്രോണിയുടെ അകത്തേക്ക് ഈ മസാലേൻ്റെ ടേസ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെക്കണം. ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അതിന് ശേഷം നമുക്കിത് കഴിക്കാം. മൂടി വെക്കുക. ഇത് ബിരിയാണി ദം ചെയ്യുന്നൊക്കെ പോലെയാണ്. ഒരു മീഡിയം തീയിലും കുറവ് ലോയിൽ കുറച്ച് കൂടുതലായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ടൊരു 10 മിനിറ്റാണ് നമ്മൾ ഇങ്ങനെ വെക്കുന്നത്. അതിന് ശേഷം അപ്പോൾ ഈ കറിയും ഇതെല്ലാം മക്രോണിയും എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സമയമാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റ് വരുള്ളൂ. അതിന് ശേഷം നമുക്കിത് കഴിക്കാൻ പറ്റും. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിൽ വെള്ളമൊക്കെ പാകമായിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇതേ പരുവത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധിക സമയം വെക്കണ്ട. എനിക്ക് തോന്നുന്നത് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാവുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇതിൽ വെള്ളമൊക്കെ പാകമായിട്ടുണ്ട്. നിങ്ങൾ നോക്കുക ഇങ്ങനെ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, കഷ്ണവും വെള്ളമൊക്കെ ഇങ്ങനെ ഇതിൻ്റെ എല്ലാ മസാലയൊക്കെ ഒന്ന് പാകമായി വന്നിട്ടുണ്ട്. ഒരു മിനിറ്റും കൂടി വെച്ചിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് 1 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കി. അപ്പോൾ ഇത് എല്ലാം നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതേ ഒരു പരുവത്തിലാണ് ഇതിൻ്റെ ഒരു തിന്നാനുള്ള ടേസ്റ്റുള്ളൊരു സ്ട്രക്ചർ. അപ്പോൾ ഇതേപോലെ തന്നെ ഇതേ ഒരു പരുവത്തിൽ വരുമ്പോൾ നിങ്ങൾ പിന്നെ നിങ്ങളുടെ തീ ഓഫ് ചെയ്യുക. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് വിളമ്പാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ രാത്രി ഡിന്നറിനൊക്കെ ആയിട്ട് നിങ്ങൾക്കിത് കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഒരിക്കൽ ഉണ്ടാക്കിയാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കും. ഇത് അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ കാണിച്ച വെജിറ്റബിൾസൊക്കെ എടുക്കുക. പിന്നെ നാട്ടിലുള്ളവർക്കാണെങ്കിൽ ഈ കൂസ എന്ന് പറഞ്ഞ സാധനം കിട്ടാൻ പ്രയാസമായിരിക്കും. എന്നാലും കുഴപ്പമില്ല, ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻസ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അപ്പോൾ ഞാനതിന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.